BJP ഭരണം കാരണം ഇവിടെ ഗ്യാസ് ഇല്ല, കുടിവെള്ളമില്ല. LDF കാരണം ഇപ്പോൾ പവർ കട്ടുമാണ്, നാട്ടിലങ്ങ് പാമ്പുമാണ്. തീർച്ചയായിട്ടും ഇത് രണ്ടുപേരുടെ ഏകോപനമില്ലായ്മയുടെ പ്രശ്നമാണ് ഒന്ന്. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാം പ്രതി കോർപ്പറേഷൻ തന്നെയാണ്. ഇവിടെ വാട്ടർ അതോറിറ്റിക്കാരെ കാണുമ്പോൾ കോർപ്പറേഷൻ്റെ പ്രശ്നം പറയും, കോർപ്പറേഷൻ ലീക്കേജിൻ്റെ കാര്യം പറയും. എന്തൊക്കെ വന്നാലും വെള്ളം എത്തിക്കുക എന്നുള്ള ഒരു പ്രാഥമിക ചുമതലയിൽ നിന്ന് ഇവിടെ കോർപ്പറേഷൻ പരാജയപ്പെട്ടിരിക്കുകയാണ്. UDF സർക്കാർ വരുമ്പോൾ തിരുവനന്തപുരത്ത് ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം കൊടുത്ത് കുടിവെള്ള പ്രശ്നം ശരിയാക്കുക എന്നുള്ള പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം നമുക്ക് കൊടുക്കും. അല്ല, വാൽവ് അടയ്ക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ ഞാനിപ്പം പ്രധാനം ചെയ്ത് കവടിയാർ പാടായിട്ട് ഇവിടെയൊക്കെയാണ് പലയിടത്തും ഈ വാൽവിൻ്റെ അടയ്ക്കാനോ വാൽവ് റെഗുലേഷനിലാണ് ഇത് മൊത്തം ഒരു വലിയ പ്രശ്നം ഇരിക്കുന്നത്. നമസ്കാരം. തിരുവനന്തപുരം നഗരസഭയിൽ BJP അധികാരത്തിലേറിയതിന് ശേഷം നഗരസഭാ പരിധിക്കുള്ളിൽ വലിയ രീതിയിലുള്ള ജലക്ഷാമമാണ് അനുഭവപ്പെടുന്നത്. പല സ്ഥലങ്ങളിലും വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് ലൈനുകൾ പൊട്ടുന്ന സാഹചര്യമുണ്ടാകുന്നു. അതുകൊണ്ട് തന്നെ അറ്റകുറ്റപ്പണികൾ നടക്കുന്നു. ഈ ഒരു സാഹചര്യത്തിൽ വലിയ രീതിയിലുള്ള കുടിവെള്ളത്തിൻ്റെ ഒരു ബുദ്ധിമുട്ട് ജനങ്ങൾക്ക് അനുഭവിക്കേണ്ടി വരുന്നു എന്നുള്ളതാണ്. അതേസമയം തന്നെ ചില ഇടങ്ങളിൽ വാൽവുകൾ അടയ്ക്കുന്നു എന്നുള്ള, അതായത് മനഃപൂർവ്വം വാട്ടർ അതോറിറ്റിയുടെ ഉദ്യോഗസ്ഥർ ഈ വാൽവുകൾ അടയ്ക്കുന്നു എന്നുള്ള ആരോപണം ഉൾപ്പെടെ ഉയർന്നു വരുന്നു. ഇക്കഴിഞ്ഞ ദിവസം ആറ്റുകാൽ വാർഡ് പരിസരത്തിൽ ഉൾപ്പെടെ ഇത്തരത്തിലൊരു ആരോപണം ഉയർന്നു വന്നിരുന്നു. എന്തായാലും ഈ കുടിവെള്ള ക്ഷാമത്തിന് ഉത്തരവാദി ആരാണ് എന്നുള്ള ചോദ്യമാണ് ഉയർന്നു വരുന്നത്. ഈ ഒരു വിഷയത്തിൽ ഇന്ന് മറുനാടനോട് പ്രതികരിക്കുകയാണ് കോൺഗ്രസ് നേതാവായ ശബരിനാഥ്. തീർച്ചയായിട്ടും ഇത് രണ്ടുപേരുടെ ഏകോപനമില്ലായ്മയുടെ പ്രശ്നമാണ് ഒന്ന്. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാം പ്രതി കോർപ്പറേഷൻ തന്നെയാണ്. കാരണം കോർപ്പറേഷനാണല്ലോ നമ്മുടെ എല്ലാം കസ്റ്റോഡിയൻ. ഈ 101 വാർഡുകൾ വെള്ളം എത്തിക്കാനുള്ള ഉത്തരവാദിത്വം കോർപ്പറേഷനാണ്. അതിലെന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ജല അതോറിറ്റിയായിട്ട് ബന്ധപ്പെട്ടത് പൂർത്തീകരിക്കണം. ഇപ്പോൾ UDF 23 ഫെബ്രുവരിയിൽ നമ്മൾ സമരത്തിലാണ്. നമ്മൾ പല ചർച്ചകൾ നടന്നു. നമ്മൾ കോർപ്പറേഷൻ സമരം നടത്തി, നമ്മൾ വാട്ടർ അതോറിറ്റി സമരം നടത്തി. ഇവിടെ വാട്ടർ അതോറിറ്റിക്കാരെ കാണുമ്പോൾ കോർപ്പറേഷൻ്റെ പ്രശ്നം പറയും, കോർപ്പറേഷൻ ലീക്കേജിൻ്റെ കാര്യം പറയും. എന്തൊക്കെ വന്നാലും വെള്ളം എത്തിക്കുക എന്നുള്ള ഒരു പ്രാഥമിക ചുമതലയിൽ നിന്ന് ഇവിടെ കോർപ്പറേഷൻ പരാജയപ്പെട്ടിരിക്കുകയാണ്. പിന്നെ വാട്ടർ അതോറിറ്റി എന്തായാലും ഇപ്പോൾ LDF തന്നെ ഇപ്പോൾ അവർ കൈകഴുകുകയാണ്. അവർ സർക്കാർ വരില്ല എന്നറിയാം. എന്തായാലും പുതിയൊരു UDF സർക്കാർ വരുമ്പോൾ തീർച്ചയായിട്ടും ഒരു ക്ലാരിറ്റി വിഷയത്തിലുണ്ടാകും. UDF സർക്കാർ വരുമ്പോൾ തിരുവനന്തപുരത്ത് ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം കൊടുത്ത് കുടിവെള്ള പ്രശ്നം ശരിയാക്കുക എന്നുള്ള പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം നമുക്കുണ്ട്. കുടിവെള്ളം മാത്രമല്ല, പവർ കട്ട് അടക്കം അവസാന മിനിറ്റ് ആകുമ്പോഴത്തേക്കും കൈയെഴുകയാണ്. കുടിവെള്ളമില്ല, പവർ കട്ടില്ല, ഗ്യാസ് ഇല്ല. 4 മാസത്തെ BJP ഭരണം കാരണം ഇവിടെ ഗ്യാസ് ഇല്ല, കുടിവെള്ളമില്ല. LDF കാരണം ഇപ്പോൾ പവർ കട്ടുമാണ്, നാട്ടിലങ്ങ് പാമ്പുമാണ്. ശ്രീ KM പറഞ്ഞതുപോലെ തന്നെ തകർന്നിരിക്കുന്ന ഈ സമയത്ത് നിന്ന് ജനങ്ങൾക്കൊരു മാറ്റം ഉണ്ടാകണം. അത് കേരളത്തിൽ മെയ് 4-ന് ശേഷം തീർച്ചയായിട്ടും ദൈവഭാഗ്യത്താൽ മാറ്റമുണ്ടാകും. പക്ഷേ ഈ കോർപ്പറേഷനെ ഇങ്ങനെ ഉത്തരവാദിത്വമില്ലാതെ അഴിച്ചുവിടാൻ നമ്മൾ തീരുമാനിച്ചിരിക്കുക. നമ്മളവരെ എന്തായാലും ഈ CJP ഡീല് ബാക്കി എല്ലാ കാര്യത്തിലും CPM BJP തമ്മിലുണ്ട്. പക്ഷേ ഭരിക്കുന്ന കാര്യത്തിൽ ആ ഡീലില്ല. ഭരിക്കുന്ന കാര്യത്തിൽ ആ ഡീൽ ഉണ്ടാകണമെന്ന് മാത്രം പറയുകയാണ്. എന്തായാലും UDFൻ്റെ പ്രതിഷേധം കാരണമാണ് ഇന്ന് LDF ഉണർന്നത്. ഈ വിഷയത്തിൽ ബഹുമാനപ്പെട്ട ശ്രീ KM ഉദ്ഘാടനം ഒരു സമരം ചെയ്യുന്നത് അറിഞ്ഞാണ് ഇന്ന് LDF വന്ന് പ്ലക്കാർഡ് കൊണ്ടുവന്നത്. അപ്പോൾ യഥാർത്ഥ പ്രതിപക്ഷമായിട്ട് ശക്തമായി നിൽക്കുന്നത് UDF തന്നെയാണെന്ന് വീണ്ടും തിരുവനന്തപുരം ജനങ്ങൾക്ക് ബോധ്യമായിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഈ ആറ്റുകാൽ വാർഡിൽ വെള്ളമില്ലാത്തൊരവസ്ഥയുണ്ടായിരുന്നു. അപ്പോൾ ഈ CPM അനുകൂലികളായ വാട്ടർ അതോറിറ്റിയിലെ ഉദ്യോഗസ്ഥർ മനഃപൂർവ്വം വാൽവ് അടയ്ക്കുകയാണ് എന്നുള്ളൊരു ആരോപണം ഉയർന്നു. അല്ല, ഈ വാൽവ് അടയ്ക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ ഞാനിപ്പം പ്രധാനം ചെയ്ത് കവടിയാർ പാടായിട്ട് ഇവിടെയൊക്കെയാണ് പലയിടത്തും ഈ വാൽവിൻ്റെ അടയ്ക്കാനോ വാൽവ് റെഗുലേഷനിലാണ് ഇത് മൊത്തം ഒരു വലിയ പ്രശ്നം ഇരിക്കുന്നത്. പക്ഷേ ഞാൻ പറയട്ടെ, അങ്ങനെ BJP ആരോപിക്കുന്ന പോലെ CPM അനുകൂലിക്കുന്ന ആളുകൾ വാൽവ് അടയ്ക്കുകയാണെങ്കിൽ അവരെ മാറ്റാൻ അല്ലെങ്കിൽ അവർക്കെതിരെ നടപടി എടുക്കേണ്ടതും കോർപ്പറേഷനല്ലേ. അങ്ങനെ ധൈര്യമുള്ളവർക്ക്. പക്ഷേ എനിക്ക് അതിനകത്ത് പറയാനുള്ളത്, ഇപ്പോൾ നമ്മുടെ ഇവിടെ കവടിയാറൊക്കെ വിളിക്കുമ്പോൾ അടക്കമുള്ള ആളുകൾ അവരുടെ പരിമിതികൾ പറയുകയാണ്. ഒരു പരിധി വരെ മനസ്സിലാക്കും. പക്ഷേ ഇത് രാഷ്ട്രീയമല്ല. ഇതിനകത്ത് എല്ലാവരും ഒരുമിച്ച് ചേർന്ന് പ്രവർത്തിക്കണമെന്നാണ് പറയാനുള്ളത്. അത് ഒരുമിച്ച് ചേർപ്പിക്കുവാൻ ഇവിടുത്തെ കോർപ്പറേഷൻ പരാജയപ്പെട്ടിരിക്കുകയാണ്. ആറ്റുകാൽ കൗൺസിലറുടെ പ്രിയപ്പെട്ട സഹോദരി അവരെ പഠിപ്പിച്ച രാഷ്ട്രീയം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ നടപ്പിലാക്കുക ചെയ്യുക എന്നുള്ളതാണ് കോർപ്പറേഷൻ്റെയും കൗൺസിലറുടെയും പണി. അതൊരു ചെയ്യുന്നില്ലല്ലോ. എന്തായാലും മെയ് 4-ന് ശേഷം അങ്ങനെ വാൽവടയ്ക്കുന്ന ഉദ്യോഗസ്ഥരുണ്ടെങ്കിൽ അത് ഉണ്ടാവില്ല എന്നുള്ള ഉറപ്പ് UDF പറയുകയാണ്. എന്തായാലും ശബരിനാഥ് നമ്മളോട് വ്യക്തമാക്കുന്നത് തിരുവനന്തപുരം നഗരസഭ ഭരിക്കുന്ന BJPയും അതുകൂടാതെ സംസ്ഥാനം ഭരിക്കുന്ന ഭരണാധികാരികളും CPMഉം ഒരുപോലെ ഈയൊരു ജലക്ഷാമത്തിന് ഉത്തരവാദികളാണ്. വാട്ടർ അതോറിറ്റിയും നഗരസഭാ ഭരണാധികാരികളും ഇടപെട്ടുകൊണ്ട് വലിയ രീതിയിലുള്ള ഈ ഒരു ജനങ്ങൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടിന് പരിഹാരം കാണണം എന്നുള്ളതാണ്. ഇതിന് ഈ ഒരു ജലക്ഷാമത്തിന് പരിഹാരം കണ്ടില്ല എങ്കിൽ കോൺഗ്രസ് വലിയ രീതിയിലുള്ള പ്രതിഷേധവുമായി മുന്നോട്ട് വരും എന്നും ശ്രീ ശബരിനാഥ് വ്യക്തമാക്കുകയാണ്. ക്യാമറമാൻ അഖിൽ അശോകിനൊപ്പം അമൽ രുദ്ര, മറുനാടൻ മലയാളി, തിരുവനന്തപുരം.